ഈ മരുന്ന് കഴിച്ചാൽ മതി. ഷേരുവിന്റെ തൊണ്ടയിൽ കുടുങ്ങിയ ചക്കക്കുരു അലിഞ്ഞ് പച്ച വെള്ളം പോലെയാകും. ഹിഹി. ഇത് നിങ്ങളുടെ വൈദ്യരാണല്ലേ? മൂപ്പരുടെ ചികിത്സ അത്ര ശരിയല്ലല്ലോ. തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങിയാൽ മരുന്ന് കൊടുക്കുകയല്ല, സാധനം പുറത്തെടുക്കുകയാണ് വേണ്ടത്. തൊണ്ടയിൽ എന്ത് കുടുങ്ങിയാലും അത് മരുന്നില്ലാതെ എടുക്കുന്ന ഒരു വൈദ്യരുണ്ട്. ആരാ? ഞാൻ തന്നെ. രോഗി വായ തുറന്ന് ഇരുന്ന് തന്നാൽ മാത്രം മതി. സാധനം ഞാൻ കൈയിട്ടെടുക്കും. മരുന്ന് തരാം എന്ന് വൈദ്യരല്ല പറയേണ്ടത്. ഇരുന്ന് തരാമെന്ന് രോഗിയാ പറയേണ്ടത്. ഇരുന്ന് തരാം. ഗിള്. ദാ ഇതല്ലേ ചക്കക്കുരു. വൈദ്യരാള് കൊള്ളാമല്ലോ. ഷേരുവിന്റെ തൊണ്ടേന്ന് ചക്കക്കുരു എടുത്തെന്ന് കേട്ടല്ലോ. ആ വൈദ്യരിപ്പോ എവിടെയുണ്ട്? ജലദോഷിക്കുന്നിലുണ്ട്. 2 ദിവസം നമ്മുടെ കാട്ടിലുണ്ടാവും. തൊണ്ടേന്ന് ചക്കക്കുരു എടുക്കുന്ന വൈദ്യര് പോയോ? ജലദോഷിക്കുന്നിലുണ്ട്. ആ ചക്കക്കുരു വൈദ്യര് ഇപ്പൊ എവിടെയുണ്ടാകും? പുതിയ വൈദ്യർക്ക് നല്ല കോളായല്ലോ. ക്യൂ പാലിക്കുക. വായ തുറക്കാത്തവർക്ക് പ്രവേശനമില്ല. മരുന്ന് തരൂ. ഏയ് നോ, ഇരുന്ന് തരൂ. ഗിള്. ഇത് ഞാൻ തിന്ന അല്ല. കുടുങ്ങിയത് വേറെയല്ല. ഇത് തിരിച്ചു വെച്ച് മറ്റേതെടുക്ക്. ഇതിപ്പോ കൈയിടേണ്ട കാര്യമില്ല. ഞാൻ അകത്ത് ചെന്ന് എടുത്തുകൊണ്ടുവരാം. ഹിഹി. പുറത്തെടുക്കുന്ന മാങ്ങേണ്ടിയും ചക്കക്കുരുവുമൊക്കെ എവിടെയാ ഇടുന്നത്? വിശന്നിട്ട് വയ്യ. വൈദ്യരേ, എന്റെ അനിയന്റെ തൊണ്ടയിൽ ഒരു തേങ്ങാപ്പൂള് കുടുങ്ങി. മരുന്നില്ലാതെ സാധനമെടുക്കുന്ന പുതിയ വൈദ്യരെത്തിയിട്ടുണ്ടല്ലോ. അദ്ദേഹത്തെ കണ്ടില്ലേ? കണ്ടു. അതാ പ്രശ്നമായത്. ആ വൈദ്യരുടെ കൈയും തൊണ്ടയിൽ കുടുങ്ങി. വലിച്ചിട്ട് പോരുന്നില്ല വൈദ്യരെ.